നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തകിടം മറിക്കാനാണ് LDF കരുനീക്കമെന്ന് അടൂർ പ്രകാശ് MP. രാഹുൽ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് ശബരിമലയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ. കേരളത്തിൽ UDF-ന് അനുകൂലമായ സാഹചര്യമെന്നും അടൂർ പ്രകാശ്. രാഹുൽ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ നടക്കുന്നത് ഫിക്സഡ് മാച്ച്. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ അവകാശങ്ങൾ പോലും വിറ്റ് സർക്കാർ കടം വാങ്ങുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായിയുടെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPM നിറത്തിൽ പോലും വർഗീയത കാണുന്നവർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിൻ്റെ പാതയിലെന്നും KM ഷാജി. പേരാമംഗലത്തെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും സുഹൃത്തിനും കുത്തേറ്റു. അതിക്രമത്തിനു ശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസ്. ദേശീയപാതയിൽ ശ്രീനാരായണപുരത്തെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ലക്കിടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഷൊർണൂർ കാരക്കാട് തോട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയ തോട്ടിൽ വിഷം കലക്കി. വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നു. ശക്തമായ നടപടി വേണമെന്ന് പാടശേഖര സമിതി. ലഹരിക്കെതിരെ ജാഗ്രതയോടെ ജനമൈത്രി പോലീസ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും ജാഗ്രത. ഷൊർണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ. ഷൊർണൂർ കവളപ്പാറയിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തകിടം മറിക്കാനാണ് LDF കരുനീക്കമെന്ന് അടൂർ പ്രകാശ് MP. കേരളത്തിൽ UDF-ന് അനുകൂലമായ സാഹചര്യമുണ്ട്. രാഹുൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണെന്ന് ആർക്കാണെന്ന് അറിയാത്തതെന്നും അടൂർ പ്രകാശ് ചോദിച്ചു. UDF-ൽ അസ്വാരസ്യങ്ങൾ വളരെ കുറവാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നല്ല അതിനർത്ഥം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകും. സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ചിത്രം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ LDF തന്ത്രപൂർവം കരുക്കൾ നീക്കുകയാണ്. SIT അന്വേഷണം തകിടം മറിക്കാൻ LDF നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് കേസിൽ ഒന്നും നടത്താതിരിക്കാനാണ് LDF-ന്റെ ശ്രമം. എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതിന് ഇടതുമുന്നണി മറുപടി പറയണം. അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അടൂർ പ്രകാശിന്റെ മറുപടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഒളിച്ചുകളി നടത്തുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ രാഹുൽ വിഷയം നീട്ടിക്കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തീരും വരെ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് രാഹുലിന്റെ അറസ്റ്റ് പോലീസ് വൈകിപ്പിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി LDF വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അക്കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങളുടെ മുന്നണി സംവിധാനം എന്ന് മാത്രമല്ല ഞങ്ങളുടെ മുന്നേറ്റത്തിന് എന്തെങ്കിലും കോട്ടം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഫിക്സഡ് മാച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വമേധയാ എടുത്ത കേസിൽ വേണമെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നടക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. യൂസ്ലെസ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ല. ഏറ്റവും അധികം വിഷമിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളാണെന്നും ഇങ്ങനെ ഒരു MLA-യെ തെരഞ്ഞെടുത്തതിന് സഹതപിക്കുകയാണ് പാലക്കാട്ടുകാരെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മെട്രോമാൻ E. ശ്രീധരനെ പരാജയപ്പെടുത്തിയതിൽ ഇപ്പോഴും പാലക്കാടൻ ജനതയ്ക്ക് കുറ്റബോധമുണ്ട്. 2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു?
എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? ഒരു സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ്. കാരണം ഒരു മെട്രോ ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഇങ്ങനത്തെ പോലെ MLA-മാരാണ് തല കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാടത്തെ ജനങ്ങളാണ്. കാരണം അവരുടെ MLA ഇങ്ങനത്തെ ഒരു MLA ആയിരുന്നു തല വെച്ച് കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ്. അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. വസ്തുതകൾ അറിയാനാണ് ED നോട്ടീസ്. ലണ്ടനിൽ നിന്ന് എന്തിന് പണം ശേഖരിച്ചു, ഇന്ത്യൻ ബാങ്കുകൾ വഴി എന്തുകൊണ്ട് പണം ശേഖരിച്ചില്ല, ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന കാര്യമല്ലേ? 22 കോടി രൂപ കമ്മീഷൻ ആർക്ക് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളിൽ മറുപടി നൽകുകയാണ് സർക്കാർ വേണ്ടത്. ED നോട്ടീസ് സാധാരണ നടപടിക്രമമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രതിബദ്ധതയുണ്ടെങ്കിൽ വിഷയത്തിൽ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. പാർട്ടി ഫണ്ടോ CPM-ന്റെ ആഭ്യന്തര വിഷയമോ അല്ല ഇതെന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായി വിജയൻ്റെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പുതുനഗരം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു KM ഷാജി. വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഭാവിയെ കണ്ടല്ല മുഖ്യമന്ത്രിയുടെ മക്കളുടെ ഭാവിയോർത്താണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. കേന്ദ്ര പദ്ധതികൾ അതേപടി കേരളത്തിൽ നടപ്പാക്കുന്നതിന് പിന്നിലും അന്തർധാരയുണ്ട്. തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന പോലെ കേരളത്തിൽ തിരുട്ട് ഫാമിലിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഫാമിലിയാണ്. എല്ലാവരും അവരവർക്കാവും വിധം കക്കുകയാണ്. സ്വർണം കണ്ടാൽ മൂപ്പർക്ക് വീക്ക്നെസ് ആണെന്നും സകല കള്ളന്മാരും കയറിയ കപ്പലിലെ പെരുങ്കള്ളനായ കപ്പിത്താനാണ് മുഖ്യമന്ത്രിയെന്നും KM ഷാജി ആക്ഷേപിച്ചു. രാജ്യത്ത് ആദ്യം വോട്ട് ചോരി നടത്തിയ പാർട്ടിയാണ് കേരളത്തിലെ CPM. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജാഗ്രത വേണമെന്നും KM ഷാജി പറഞ്ഞു. ഇടം കയ്യനും വലം കയ്യനുമായിട്ടുള്ള നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ശിവശങ്കരൻ ജയിലിലായി. വാസുവിനെ കൊണ്ടുപോയി, പത്മകുമാറിനെ കൊണ്ടുപോയി, എല്ലാരെയും കൊണ്ടുപോകും. പിണറായി വിജയ തീരൂല. മനസ്സിലായിക്കോ? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ജനങ്ങൾ പ്രബുദ്ധരാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പുതുനഗരത്തിലെ മനുഷ്യരുടെ സ്വാഭാവികമായ അധികാരം അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുക മാത്രമല്ല, കട്ടുകൊണ്ടുപോയവനെ പിടിച്ച് കക്കിച്ചിട്ടേ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിൽക്കുള്ളൂ. മനസ്സിലായിക്കോ? നിങ്ങൾ ആചാരി പണികൾ ചെയ്ത് കട്ടത് അയ്യപ്പന്റെ മുതലാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് SA റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി PEA സലാം മാസ്റ്റർ, KTA ജബ്ബാർ, മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ പുതുനഗരം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. LDF ഒറ്റപ്പാലം നഗരസഭ പ്രകടന പത്രിക പുറത്തിറക്കി. പത്രികാ പ്രകാശനം CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 9-നും 11-നുമായിട്ടാണ് നടക്കുന്നത്, ഡിസംബർ മാസം. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ജില്ലയ്ക്കകത്ത് നല്ല മുന്നൊരുക്കങ്ങളാണ് നടന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ഘടകങ്ങളും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം അനുഭവം എന്ന് പറയുന്നത്, എവിടെ പൊതുയോഗങ്ങൾ വിളിച്ചാലും കുടുംബയോഗങ്ങൾ വിളിച്ചാലും വലിയ ജനക്കൂട്ടമാണ് പൊതുവെ കാണുന്നത്. പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഏരിയ കമ്മിറ്റി അംഗം K രാജേഷ്, ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി MIA റസാഖ്, വരോഡ് ലോക്കൽ സെക്രട്ടറി K അബ്ദുൽ നാസർ, പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ, NCP ജില്ലാ സമിതി അംഗം T ഇബ്രാഹിം, RJD ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് TK പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിൻ്റെ അവയവങ്ങൾ വിറ്റ് സർക്കാർ കടം വാങ്ങുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് ലാവ്ലിൻ കമ്പനിയോട് ഇപ്പോഴും കടുത്ത പ്രണയമാണെന്നും ശോഭ സുരേന്ദ്രൻ തൃശ്ശൂരിൽ പറഞ്ഞു.
കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അവയവങ്ങൾ എല്ലാം വിറ്റ് കടം വാങ്ങുകയാണ് സർക്കാർ. ജനങ്ങളുടെ കിഡ്നി മാത്രമാണ് ഇനി വിൽക്കാനുള്ളത്. കേരള സർക്കാരിന് 9.72% പലിശ. അതേ സ്ഥാനത്ത് മറ്റു പലർക്കും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടി. പ്രതിപക്ഷം ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രിക്ക് ലാവ്ലിൻ കമ്പനിയോട് ഇപ്പോഴും കടുത്ത പ്രണയമാണെന്നും ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛൻ പിണറായി വിജയൻ മിസ്റ്റർ റിയാസിന് വേണ്ടി വിദേശ യാത്രകൾ നടത്തി അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ കടമെടുത്ത പണം കേരള ഗവൺമെന്റ് പറയുന്നത് ഈ പണത്തിൽ ബഹുഭൂരിപക്ഷവും ചെലവഴിച്ചിട്ടുള്ളത് റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കാണുന്ന തലങ്ങും വിലങ്ങുമുള്ള വലിയ റോഡുകൾ കേന്ദ്രം നൽകുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേരളത്തിലേക്ക് കേന്ദ്രം നൽകുമ്പോൾ, ഈ കിഫ്ബി വഴി എടുത്ത കോടിക്കണക്കിന് രൂപ ഏത് മേഖലയിലാണ് വിനിയോഗിച്ചത്, ഏത് വകുപ്പിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി അടിയന്തരമായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിറങ്ങളിൽ പോലും വർഗീയത കാണുന്നവരാണ് CPM-കാരെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പാതയിലാണെന്നും അധികാരം കവർന്ന് പഞ്ചായത്തുകളെ നോക്കുകുത്തികളാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KM ഷാജി. ഇത് ഗൗരവത്തോടെ കാണുന്ന എന്താണ്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പൗരസമൂഹത്തോട് നമുക്കൊരു ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ കഴിയൂ. നമ്മൾ ഈ രാജ്യം ഉണ്ടെങ്കിലല്ലേ, ഈ രാജ്യത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലല്ലേ ഈ പൊതുയോഗത്തിന്റെ സാങ്കത്യമുള്ളൂ, ഈ പഞ്ചായത്തിന്റെ സാങ്കത്യമുള്ളൂ, ഈ വർത്തമാനങ്ങളുടെ സാങ്കത്യമുള്ളൂ. അതുകൊണ്ട് ഗൗരവത്തോടെ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനമായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വീട്ടിലെ കൊച്ചുമക്കൾ മുതൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വരെയുള്ളവരുടെ ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് മണ്ണൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത്. UDF ചെയർമാൻ PA സക്കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി അസ്ഫർ ഫർലി, ശ്രുതി S നായർ, VM അൻവർ സാദിഖ്, PK അശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭ പാലക്കാടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഭരണം പിടിക്കാൻ മാത്രം ലക്ഷ്യമിടുന്ന ഇടതു വലതു മുന്നണികൾക്ക് പഞ്ചായത്ത് ഭരണം പോലും അഴിമതിയിലേക്കുള്ള പാലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത പാലക്കാട് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ കൂടി ഭരണമേൽപ്പിച്ചാൽ ആദ്യത്തെ 45 ദിവസത്തിനകം നഗരഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തിറക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണക്കുകൾ ഓരോ വർഷവും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും. മുനിസിപ്പാലിറ്റി സർവീസുകൾ ഡിജിറ്റലാക്കും. ഭരണം വീട്ടുപടിക്കലെത്തുമെന്നും വേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മുനിസിപ്പാലിറ്റി ജീവനക്കാർ വീട്ടിലെത്തി ചെയ്തു തരുന്ന സാഹചര്യമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഭരണം പിടിക്കൽ മാത്രമാണ് ഇടതു വലതു മുന്നണികളുടെ ലക്ഷ്യം. ഡിജിറ്റൽ പബ്ലിക് സർവീസസ്, മുനിസിപ്പാലിറ്റിൻ്റെ ഓഫീസ്, വീട്ടുപടിക്കൽ ഭരണം, മുനിസിപ്പാലിറ്റി ഓഫീസ് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. CSCയിൽ പോവുക, അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി എന്താണ് ആവശ്യം അപ്ലോഡ് ചെയ്യുക, വീട്ടിൽ വന്ന് മുനിസിപ്പാലിറ്റി ആ സർവീസ് തരും. അപ്പോൾ വീട്ടുപടിക്കൽ ഭരണം. മൂന്നാമത്തത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഒരു ഒറ്റ മുനിസിപ്പാലിറ്റി, 2 മുനിസിപ്പാലിറ്റീസാണ് നാട്ടിൽ അഴിമതി രഹിത ഭരണം തരുന്നത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, BJP കൗൺസിലർമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ണൂരിൽ CPI തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംവിധാനത്തെ ഒരു പോറൽ പോലും നിൽക്കാതെ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലും പാലക്കാട് ജില്ലയിലും ഏറെ ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരുമിച്ചാണ്, വളരെ ഐക്യത്തോടുകൂടിയാണ് മറ്റെല്ലാ പഞ്ചായത്തുകളിലും മറ്റെല്ലാ മണ്ഡലത്തിലും ഒരുമിച്ച് പോകുന്നത്. ആ കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ആ
പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നേരിടണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. കൺവെൻഷനിൽ എം ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AR മോഹൻദാസ്, മണ്ഡലം സെക്രട്ടറി KV ബാബു, K ചിഞ്ചു, കാവ്യ, സലീന, TK വിജയകുമാർ, P ഷീജ എന്നിവർക്ക് പുറമെ ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, P ബാബു എന്നിവർ സംസാരിച്ചു. CPI CPM തർക്കമുള്ള മണ്ണൂരിൽ 5 വാർഡുകളിൽ CPI CPM നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. തൃശൂർ പേരാമംഗലത്തെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും സുഹൃത്തിനും കുത്തേറ്റു. മുണ്ടൂർ സ്വദേശികളായ ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ രാത്രി 9:30 ബാഡ്മിന്റൺ കളി കഴിഞ്ഞ് അച്ഛനും മകനും സുഹൃത്തും 2 സ്കൂട്ടറുകളിലായി വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതിനിടെ വഴിയിൽ കൃഷ്ണകിഷോർ ബൈക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതോടെ സ്കൂട്ടറിലെത്തിയവർ ഹോൺ മുഴക്കി. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിനിടയിൽ കൃഷ്ണകിഷോർ കത്തിയെടുത്ത് മൂവരെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട കൃഷ്ണകിഷോർ പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് കാറിൽ കയറി രക്ഷപ്പെട്ടു. ഇയാൾ രക്ഷപ്പെട്ട കാർ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയതായി പേരാമംഗലം പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കുത്തേറ്റ മൂവരും തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാതയിൽ ശ്രീനാരായണപുരത്തെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി മറിഞ്ഞായിരുന്നു അപകടം. ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ടുപറമ്പിൽ നജീബിന്റെ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് അദ്നാനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആക്സ് പ്രവർത്തകരാണ് ഇരുവരെയും കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ 9:30 അപകടം. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ ബിവോക് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടിയിൽ ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെട്ടു. ലക്കിടിയിൽ താമസിക്കുന്ന തരൂർ പഴമ്പലക്കോട് മൊയ്യത്തുൽ പറമ്പ് വീട്ടിൽ 49-കാരനായ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ലക്കിടി ലാഡർ തിയേറ്ററിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണപ്പെട്ടത്. പിതാവ് അസ്നാർ, മാതാവ് ആമിന, ഭാര്യ ഷാജിദ, മക്കൾ റംസീന, റിയ, ഫാത്തിമ. 2 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ഷൊർണൂർ കവളപ്പാറ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. കവളപ്പാറ ചോലയിൽ വീട്ടിൽ 57-കാരനായ നാരായൺകുട്ടിയാണ് പട്ടാമ്പി എക്സൈസ് റേഞ്ച് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ കവളപ്പാറ പ്രദേശത്ത് പാതയോരത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തി വരികയായിരുന്ന കവളപ്പാറ ചോലയിൽ വീട്ടിൽ 57-കാരനായ നാരായൺകുട്ടിയാണ് എക്സൈസ് പിടികൂടിയത്. 1200 രൂപ വില വരുന്ന 2 ലിറ്റർ വിദേശ മദ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ H. വിനു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, PK മണികണ്ഠൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ C. ആരതി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ കാരക്കാട് തോടിനോട് വീണ്ടും ക്രൂരത. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കിയതിനെ തുടർന്ന് വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയതായി പരാതി. കാരക്കാട് തോടിനോട് ക്രൂരത കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി പാടശേഖര സമിതി സെക്രട്ടറി ബിജു STVയോട് പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ ഏറെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തോടാണ് കാരക്കാട് തോട്. ജലസേചനത്തിനും കൃഷി ആവശ്യത്തിനും തുണി കഴുകാനുമായി ഈ തോടിനെ നിരവധി പേരാണ് ആശ്രയിക്കുന്നത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് തോട് നാശോന്മുഖമായി കിടന്ന സാഹചര്യത്തിൽ 2024 കാരക്കാട് പാടശേഖര സമിതി, ഇറിഗേഷൻ വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടിയാകാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുന്നത്. വാണികുളം പഞ്ചായത്തിലെ കൂനത്തറ ഭാഗത്തെ ചില സ്വകാര്യ ഹോട്ടലുകൾ, ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കിനെ തുടർന്നാണ് തോട് മലിനമാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാരക്കാട് പാടശേഖര സമിതി നേരത്തെ പരാതി നൽകുകയും ചെയ്തിരുന്നു.
എന്നാൽ ഇപ്പോൾ തോട് വൃത്തിയാക്കിയതിനു പിന്നാലെ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തോട്ടിലെ വെള്ളത്തിൽ വിഷം കലക്കിയതിനെ തുടർന്ന് വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതായും ഇത്തരം ക്രൂരത കാണിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയതായും കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ബിജു പറഞ്ഞു. കാരക്കാട് തോട്ടിലെ അടിഞ്ഞുകൂടിയ മണ്ണും ചപ്പു ചവറുകളും മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആരംഭിച്ച് 2 ദിവസമായപ്പോഴേക്കും കാരക്കാട് തോട്ടിലെ ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരെ വിഷം കലക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് മത്സ്യങ്ങൾ ചത്തു പാറിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഈ വെള്ളമാണ് ബാധവഴി ഒളിച്ചു പോകുന്നത്. മറ്റേ കുടിവെള്ളത്തിനും ജലസേചനത്തിനും വീട്ടാവശ്യങ്ങൾക്ക് തിരുമ്പാനും അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന ഈ തോട്ടിലെ വെള്ളം നശിപ്പിച്ച സാമൂഹികർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി പാലക്കാട് ജില്ലാ കളക്ടറിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം സാമൂഹിക ശക്തിയെ കർശന നടപടി സ്വീകരിക്കുന്ന ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നു. കാരക്കാട് തോടിലൂടെ ഒഴുകുന്ന വെള്ളം ഭാരതപ്പുഴ തടയലിലാണ് എത്തിച്ചേരുന്നത്. കാരക്കാട് തോടിനോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും തോട്ടിൽ വിഷം കലക്കിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും പാടശേഖര സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലഹരി വസ്തുക്കൾക്കെതിരെ ജാഗ്രത, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഷൊർണൂർ ജനമൈത്രി പോലീസിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ലഹരി വസ്തുക്കൾക്കെതിരെ ജാഗ്രത പുലർത്തുക, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, കൂടാതെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ അവബോധം നൽകുന്നതിനായാണ് ഷൊർണൂർ ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വരുന്നത്. ഓരോ പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, അപ്പാർട്ട്മെൻറ്റ്സ്, അംഗനവാടി എന്നിവിടങ്ങളിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള 86 നമ്പർ അംഗനവാടിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ ജനമൈത്രി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പൊതുസ്ഥലം കിടപ്പുണ്ട്. അവിടെ ആരെങ്കിലും ബൈക്കിലോ കാറിലോ വന്നതിന് ശേഷം മദ്യപിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ കരുതുക, അത് എന്നെ ഒന്നും ബാധിക്കുന്നില്ല, എൻ്റെ വീട്ടിലൊന്നും ബാധിക്കുന്നില്ല, അതുകൊണ്ടൊന്നും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് കരുതുള്ളൂ. പക്ഷേ അത് ഒരാളായി, 2 ആളായി, 3 ആളായി, 4 ആളായി അവിടെ കൂടിക്കൂടി വന്നു കഴിയുമ്പോഴത്തേനും അത് അവിടെ ഒരു പൊതു ശല്യമായിട്ട് മാറും. നമ്മുടെ മക്കളൊക്കെ ആ വഴിക്ക് സഞ്ചരിക്കുന്നതാണത്. അപ്പോൾ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിയുമ്പോൾ ഈ മദ്യപാനികൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ മോശമായ രീതിയിൽ വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു വലിയ വിഷയമായിട്ട് മാറും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് നമുക്ക് ധൈര്യമായ രീതിയിലേക്ക് പറയാം. വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണവും അതിക്രമങ്ങൾക്കുമെതിരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ജാഗ്രതയും പ്രത്യേക ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ബിനു രാമചന്ദ്രൻ അഭ്യർത്ഥിച്ചു. കുട്ടികൾ തെറ്റായ വഴിക്ക് നീങ്ങുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കൂടാതെ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണമെന്നും ബിനു രാമചന്ദ്രൻ അഭ്യർത്ഥിച്ചു. ബോധവൽക്കരണ പരിപാടിയിൽ മുഹമ്മദ് ആഷിഖ്, അംഗനവാടി ടീച്ചർ ഉഷ എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ജനമൈത്രി പോലീസിൻ്റെ ഭാഗത്തുനിന്നും തുടർന്നുമുണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പനയൂരിൽ മലമ്പാമ്പിനെ പിടികൂടിയ മലമ്പാമ്പിന് 3 മീറ്ററിലേറെ നീളമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് പ്രദേശവാസികൾ മലമ്പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. മയിൽവാഹനം എസ്റ്റേറ്റിന് സമീപത്ത് ജനവാസ മേഖലയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കുളപ്പുള്ളിയിൽ നിന്നും ഫോറസ്റ്റ് വാച്ചർ CP സദാശിവനെത്തിയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. 3.5 മീറ്ററിലേറെ നീളമുള്ള പാമ്പിന് 15 കിലോയിലേറെ തൂക്കമുണ്ട്. മലമ്പാമ്പിനെ വാളയാർ വനമേഖലയിൽ തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാന 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമായി മുള്ളൂർക്കര റേഞ്ച് ജമ്മയുത്തുൽ മുഅല്ലിമീൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മായിൽ അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് മുള്ളൂർക്കര റേഞ്ച് ജമ്മയുത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കരയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. PY അബ്ദുൽ ഹക്കീം ബാക്കഫി മുഖ്യപ്രഭാഷണം നടത്തി. A അഷഫ് ദാരിമി, A അബ്ദുൽ സലാം അൻവരി, TA ഷക്കീർ ബാക്കഫി, CP മുസ്തഫ മുസ്ലിയാർ, അജ്മൽ ബാക്കഫി, KA ഹംസക്കുട്ടി മലവി തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ SN കോളേജിൽ ലോക എയ്ഡ്സ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ബോധവൽക്കരണ റാലി, പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ്, റെഡ് റിബൺ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എയ്ഡ്സ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ P. രജനി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ മിഥുൻ, AT ശ്രീമതി, C. ഗിരിജ, T. മോഹൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലൂർ ശ്രീ വണ്ടവാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ വേലമഹോത്സവത്തിന് മുന്നോടിയായി മഹാ അന്നദാനം നടന്നു. 2500-ലേറെ ഭക്തർ പ്രസാദകൂട്ടിൽ പങ്കെടുത്തു. ഡിസംബർ 22, 23 തീയതികളാണ് വേലമഹോത്സവം. മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ തന്നെ തൊഴാനും സംഭാവന നൽകാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുമെന്നതാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷതയെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭക്തരുടെ അകമഴിഞ്ഞ സഹായത്തോടെയാണ് മഹാ അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തിവരുന്നത്. ജാതിമത ഭേദമന്യേ 2500ഓളം ഭക്തരാണ് പ്രസാദകൂട്ടിൽ പങ്കെടുത്തത്. ദൂരപ്രദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങളെത്തിയിരുന്നു. ക്ഷേത്രം ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ഊർജ്ജസ്വലമാണ്. കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് ഭരണസമിതി. ഏകദേശം ഒരു 3000 ആളുകൾക്ക് ഞങ്ങളിവിടെ വർഷാവർഷം ഒരു 10-15 തുടർന്ന് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അന്നദാന ചടങ്ങാണ് വേല മഹോത്സവത്തോടനുബന്ധിച്ച് അതിൻ്റെ മുന്നോടിയായി നടത്തുന്നത്. ഈ വരുന്ന ഡിസംബർ 23 അന്നാണ് ഇവിടുത്തെ വേല മഹോത്സവം നടത്തുന്നത്. ഈ ക്ഷേത്രത്തോട് ഞങ്ങൾ ചിന്തിച്ചു, ഏതായാലും ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണം, ഒരു അന്നദാന മണ്ഡപം ഞങ്ങൾ നടത്തണം എന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരം നടത്തോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടെ ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രം. പ്രസിഡന്റ് PM നാരായണൻ പുത്തൻപുര, സെക്രട്ടറി TL അംബുജാക്ഷൻ, വിഷ്ണുപ്രസാദ്, PC സ്വാമിനാഥൻ, PN ചെന്താമരാക്ഷൻ, മോഹൻദാസ്, മേൽശാന്തി നീലമന ഈശ്വർദാസ്, TS മോഹൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുർശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. കൂനമ്പിള്ളി രാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. താലവും വാദ്യമേളങ്ങളുമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. തുടർന്ന് രുക്മിണി സ്വയംവരവും പ്രഭാഷണവും ഉണ്ടായി. കൂനമ്പിള്ളി രാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നമ്മൾ ഈ പുരുഷന്റെ ഇടതുഭാഗത്ത് സ്ത്രീ ഇരിക്കുക എന്നുള്ള സങ്കല്പമുണ്ട്. അതേപോലെ വാമഭാഗം എന്ന് പറയുന്നതിന് വലതുഭാഗം എന്ന്, ശ്രേഷ്ഠഭാഗം എന്ന് പറഞ്ഞിട്ടൊരർത്ഥം വേറെയുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സ്ത്രീയുടെ ഇടതുഭാഗവും പുരുഷന്റെ വലതുഭാഗവുമാണ് നല്ലത്. അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പലതിനും പല രീതിയിലാണ് നടത്തുക. ഇപ്പോൾ പലപ്പോഴും സ്ത്രീ വലതുഭാഗത്തായിരിക്കുക പുരുഷൻ. യജ്ഞത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. ഡിസംബർ 3 രാവിലെ അവഭൃത സ്നാനം, ക്ഷേത്രപ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടി യജ്ഞം സമാപിക്കും. ദിവസവും അന്നദാനവും ഉണ്ട്. ഡിസംബർ 4 കാർത്തിക വിളക്ക് മഹോത്സവവും വിവിധ പരിപാടികളോടുകൂടി നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റലി നോക്കാം. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ 5 ചീഫ് സെക്രട്ടറി സർവീസ് സംഘടനാ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരമൊരു ചർച്ച ഉചിതമോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. സംസ്ഥാനത്തെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് തികച്ചും അശാസ്ത്രീയമാണ്, തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടാനുള്ള ഒരു കുറുക്കുവഴിയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് അനേക ലക്ഷം ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പുറത്തു നിൽക്കെ തുലോം 10% മാത്രം വരുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഈ പ്രക്രിയ നടക്കുന്ന ഈ സാഹചര്യത്തിൽ
സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര ശതമാനമുണ്ട്? ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 100 ഇരട്ടിയാണ് പൊതുയിടങ്ങളിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇരിക്കുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എത്ര ദിവസമാണ് ഒരു മാസത്തിൽ പ്രവൃത്തി ദിനം? ഒട്ടനവധി അവധി ദിനങ്ങൾ ലഭിക്കെ ഒരു ദിവസം വെട്ടിച്ചുരുക്കുന്നത് സംസ്ഥാന ഖജനാവിനും അതുപോലെ തന്നെ ഒട്ടനേകം ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രത്തിന് ഒരിക്കലും ഒരു പരിഹാരമാവില്ല. എവിടെയാണ് ഒഴിവ് കിട്ടുന്നത്? ലീവ് എടുത്ത് പോകാൻ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുത്താൽ 5 ദിവസം പുറത്ത് വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം എന്നിരിക്കെ ഈ 5 ദിവസമാക്കി ചുരുക്കാനുള്ള ഈ പ്രവൃത്തി തികച്ചും അനുചിതമാണ്. അത് വളരെയധികം അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള വെല്ലുവിളിയാണ് എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ഇത് തികച്ചും നിരുത്തരവാദപരമാണ്, അത് ചട്ടവിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസം ആക്കുന്നതിനെ കുറിച്ച് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ആലോചനകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തികച്ചും ഇത്തരം ചർച്ചകൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അത് അനാവശ്യമായിട്ടാണ് കാണാൻ കഴിയുക. മാത്രമല്ല, ചില സർക്കാർ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചില സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ ലഭ്യമാകാൻ കാലതാമസം എടുക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിനിടയിൽ ഇത്തരം ഒരു തീരുമാനം തികച്ചും അനാവശ്യമാണ്. അതിനെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ എന്ത് നിലപാടെടുത്താലും അത് ജനം സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തകിടം മറിക്കാനാണ് LDF കരുനീക്കമെന്ന് അടൂർ പ്രകാശ് MP. രാഹുൽ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് ശബരിമലയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ. കേരളത്തിൽ UDF-ന് അനുകൂലമായ സാഹചര്യമെന്നും അടൂർ പ്രകാശ്. രാഹുൽ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ നടക്കുന്നത് ഫിക്സഡ് മാച്ച്. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ അവകാശങ്ങൾ പോലും വിറ്റ് സർക്കാർ കടം വാങ്ങുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായിയുടെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPM നിറത്തിൽ പോലും വർഗീയത കാണുന്നവർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിൻ്റെ പാതയിലെന്നും KM ഷാജി. പേരാമംഗലത്തെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും സുഹൃത്തിനും കുത്തേറ്റു. അതിക്രമത്തിനു ശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസ്. ദേശീയപാതയിൽ ശ്രീനാരായണപുരത്തെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ലക്കിടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഷൊർണൂർ കാരക്കാട് തോട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയ തോട്ടിൽ വിഷം കലക്കി. വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നു. ശക്തമായ നടപടി വേണമെന്ന് പാടശേഖര സമിതി. ലഹരിക്കെതിരെ ജാഗ്രതയോടെ ജനമൈത്രി പോലീസ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും ജാഗ്രത. ഷൊർണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ. ഷൊർണൂർ കവളപ്പാറയിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.